നമസ്തേ ബച്ചോ, കൈസേ ഹോ? സ്വരാക്ഷരങ്ങളൊക്കെ എല്ലാവരും എഴുതി പഠിക്കുന്നില്ലേ? അപ്പോൾ യാതൊരു തിരക്കും വേണ്ട, നമ്മുടെ വെക്കേഷനാണ്. സൗകര്യം പോലെ സമാധാനം പോലെ പഠിച്ചാൽ മതി. അപ്പോൾ സ്വരാക്ഷരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഏതാണ്? വ്യഞ്ജനാക്ഷരങ്ങൾ. മലയാള ഭാഷയിലും അതുതന്നെയല്ലേ, സ്വരം കഴിഞ്ഞ വ്യഞ്ജനം. അപ്പോൾ ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരങ്ങൾ ടീച്ചറൊന്ന് പരിചയപ്പെടുത്തി തരാം. നോക്കൂ എല്ലാവരും. ക, ഖ, ഘ, ഘ, ങ. ക, ഖ, ഘ, ഘ, ങ. മലയാളത്തിലില്ലേ ക, ഖ, ഘ, ഘ, ങ? അതേപോലെ ഹിന്ദിയിലെ ക, ഖ, ഗ, ഘ, ങ. അടുത്തതോ? ച, ഛ, ജ, ഛ, ഞ. അടുത്ത വർഗ്ഗമാണ് ടവർഗം. ക, ച, ട. ഇത് വർഗമായിട്ടാണ് നമ്മൾ പഠിക്കുക. കാൻ്റെ വർഗ്ഗമാണ് കവർഗം എന്ന് പറയുക. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചോളാം. കവർഗ്. വർഗ്ഗം എന്ന് പറഞ്ഞാൽ കൂട്ടം, കാകളുടെ കൂട്ടം, പലതരം ക. ഇങ്ങനത്തെ ക ഉണ്ട്, ഇങ്ങനത്തെ ഘ, ഗ ഉണ്ട്, ഘ, അവസാനം ങ. അപ്പം കവർഗത്തിലുള്ള അക്ഷരങ്ങൾ 5 എണ്ണം. ക, ഖ, ഗ, ഘ, ങ. ഇനി ചവർഗ്. ചവർഗിൽ ഏതൊക്കെയാ നോക്കൂ. ച, ഛ, ജ, ഝ, ഞ. ടവർഗം കൂടി മതി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കി നമുക്ക് പതുക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ടവർഗിൽ വരുന്നത് നോക്കൂ. ട, ഠ, ഡ, ഢ, ണ. ടവർഗ്. ഒന്നും കൂടി നോക്കൂ. കാ, ബോലോ. ബോലോ പറഞ്ഞാൽ പറയുക, നിങ്ങളൊപ്പം പറയണം. ക, ഖ, ഗ, ഘ, ങ. ഖ, ഖ, ഘ, ഘ, ങ. അപ്പോൾ കള്ളിയിട്ട് വരച്ച് എഴുതി പഠിക്കുക. അടുത്ത വർഗം ചവർഗ്. ച, ഛ, ജ, ഝ, ഞ. ഇനി ടവർഗ്. ട, ഠ, ഢ, ഢ, ണ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 3 വർഗ്ഗങ്ങളും നന്നായിട്ട് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും എഴുതി പഠിക്കുക.